ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി ആനന്ദു. അപ്പം മക്കളെ, നമ്മുടെ നെക്സ്റ്റ് ഷുവർ ക്വസ്റ്റിനിലേക്ക് നമ്മൾ കടന്നിരിക്കുക കേട്ടോ. 10 എണ്ണം വരെ നിങ്ങൾ സെറ്റാക്കി പഠിച്ചല്ലോ. 11ാമത്തെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോണം. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിന്നാണ് കേട്ടോ. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിന്നാണ്. കുറച്ച് വലിയ ചാപ്റ്ററാണ്. ഒരു 7 മാർക്കിനാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നത് കേട്ടോ. 7 മാർക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. 4 മാർക്കിനുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ട സാധനമാണ്. ഇതിനെ വായിക്കേണ്ടത് ഇങ്ങനെയാണ്, പി ഓഫ് എന്നാണ് വായിക്കേണ്ടത്. എങ്ങനെയാണ് വായിക്കേണ്ടത്? പി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എന്നാണ് ഇത് വായിക്കേണ്ടത്. എന്താടാ ഇൻ്റർസെക്ഷൻ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, സെറ്റിനകത്ത് പഠിച്ചതാണ് +1-ൽ. അപ്പോൾ ഇതെങ്ങനെ വായിക്കേണ്ടത്? പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. കാണാപ്പാടങ്ങ് പഠിച്ചു ഈ ഇക്വേഷൻ. ഇത് എഴുതി വെച്ച 1 മാർക്ക്. ഇൻഡിപെൻഡൻറ്റ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണും. അപ്പോൾ നിങ്ങൾ ഉടനെ ഇത് എഴുതി വെച്ചോണം. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഇങ്ങനെ എഴുതാം എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് പഠിച്ചല്ലോ. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്നാണ്. അതൊക്കെ. ഇനി ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെഷനിലുള്ളതാണ്. മൊത്തം കൂടെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകും. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് പഠിച്ചല്ലോ, ഇതും കൂടെ പഠിച്ചു വെച്ചോളുക. ഇത് കണ്ടീഷൻ പ്രോബിലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു സെഷനിൽ നിന്നാണ് കേട്ടോ. ഈ ഒരു വരയില്ലേടാ മക്കളെ, അതിനെ വായിക്കേണ്ടതാണ് ഗിവൺ. എന്താണ്? ഗിവൺ എന്നാണ് വായിക്കേണ്ടത്. പി ഓഫ് ഇ ബൈ എഫ് എന്ന് വായിക്കരുത്. ഇതിനെ വായിക്കേണ്ടത് ഗിവൺ. എഴുതി വെച്ചോ, നോട്ടിൽ എഴുതി വെച്ചോ. അപ്പോൾ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? പി ഓഫ്, ബ്രാക്കറ്റിന് നമ്മൾ ഓഫ് എന്നാണ് വായിക്കണം കേട്ടോ. പി ഓഫ് ഇ ഗിവൺ എഫ്, കണ്ടല്ലോ, പി ഓഫ് ഇ ഗിവൺ എഫ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. മക്കളിത് കാണാപ്പാടം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്കി, ഇ ഗിവൺ എഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ മുകളിൽ എഴുതുക, താഴത്തുള്ളത് ഇതേ താഴത്തുള്ള സാധനം. ഒന്നുകൂടെ പറയാം, നോക്കി, ഇത് എഴുതാൻ എളുപ്പമാണ്. പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞ് ഇത്രയുള്ള മക്കളെ, ഈ പി ഓഫ് ഇയും താഴത്തുള്ളത് തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുക്കുക, ഡിവൈഡ് ബൈ താഴത്തുള്ളതിൻ്റെ പ്രോബിലിറ്റി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പി ഓഫ് എ ഗിവൺ ബി ചോദിച്ചാലോ? എ ഗിവൺ ബി ആണ് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഇക്വേഷൻ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല, ട്രിക്ക് ഓർത്താൽ മതി. പി ഓഫ് എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ബൈ താഴത്തുള്ളത് എന്ന് പറയുക. ഗിവൺ കഴിഞ്ഞതിന് ശേഷം എന്താ ഉള്ളത്? ബി അല്ലേ? പി ഓഫ് ബി. ഇനി പി ഓഫ് ബി ഗിവൺ എ ചോദിച്ചാലോ എന്തെഴുതും? പി ഓഫ് ബിയും എയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ബൈ ഗിവൺ കഴിഞ്ഞിട്ടുള്ള സാധനം എന്നാണ്? എ അല്ലേ? പി ഓഫ് എ. ക്ലിയർ ആയാ? ആ സാധനം എഴുതും. അപ്പോൾ ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. പി ഓഫ് ഇ ഗിവൺ എഫ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ് മക്കളെ. ക്വസ്റ്റ്യനിൽ കണ്ട ഇൻഡിപെൻഡൻ്റ് എന്ന് ക്വസ്റ്റ്യനകത്ത് തരും. ലെറ്റ് എ ആൻഡ് ബി ആർ, എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. പി ഓഫ് എ തന്നിട്ടുണ്ട് 0.3, പി ഓഫ് ബി തന്നിട്ടുണ്ട് 0.4. നമ്മളൊരു കണ്ടുപിടിക്കാൻ പറഞ്ഞത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. മക്കളെ കാൽക്കുലേറ്റർ കയ്യിലുണ്ടല്ലോ, നേരെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ദേ ഈ സാധനം നമുക്കറിയാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മുടെ ഇക്വേഷൻ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ, മറക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇവിടെ ഇ എഫ് ആണെങ്കിൽ ഇവിടെ എയും ബിയും ആണെങ്കിൽ എന്ത് വരും? ഇത് ഇവിടെ എയും ബിയും വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ദേ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എയും ഇതും തമ്മിൽ അങ്ങ് ഇൻറ്റു ചെയ്യുക, അത്രേ ഉള്ളൂ ഇൻഡിപെൻഡൻറ്റ്. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എഫ്, പി ഓഫ് എഫ് അല്ല പി ഓഫ് ബി, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അതാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ്. ഇനി പി ഓഫ് എ തന്നിട്ടില്ലേടാ, എത്രയാടാ? 0.3 ഇട്ട് കൊടുക്ക്, ഇൻറ്റു പി ഓഫ് ബി എത്രയാടാ? 0.4. കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു കൊടുക്കടാ, 0.12 എന്ന് കിട്ടും. തെറ്റിച്ച് കളയല്ലേ, കാൽക്കുലേറ്റർ എടുത്ത് അടിക്കുക കേട്ടോ. അത് കിട്ടി, ഇത് ഓക്കെ ആയി. ഇനി അടുത്തത് രണ്ടാമത്തത്, പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബി രണ്ടാമത്തത്. എടാ മക്കളെ, ഇത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് +1-ലെ സെറ്റിനകത്ത് പഠിച്ചതാണ്. ഓർമ്മയുണ്ടോ ആ ഇക്വേഷൻ? ഓർമ്മയില്ലെങ്കിൽ ഇത് ഇപ്പോൾ പഠിച്ചോ. പുതുതായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് +1-ൽ പഠിച്ചതായിരുന്നു. പഠിക്കാത്തവർ അത് സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുള്ളതാണ്. പി ഓഫ് എ യൂണിയൻ ബി ഇക്വേഷൻ എന്താണ്? അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ പ്രോബബിലിറ്റിക്കകത്ത് പഠിച്ചതാണ്. കഴിഞ്ഞ വർഷത്തെ പ്രോബബിലിറ്റിക്കകത്തും ഇത് സാധനം പഠിച്ചതാണ്. എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു. പഠിക്കാത്തവർ മക്കളെ അത് ഇപ്പം അങ്ങ് എഴുതി പഠിച്ചോ. ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം.
എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, യൂണിയൻ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പി ഓഫ് എ എഴുതുക പ്ലസ് പി ഓഫ് ബി എഴുതുക. യൂണിയനായി ചോദിച്ചെങ്കിൽ മൈനസ് ഇട്ടിട്ട് എ ഇൻ്റർസെക്ഷൻ ബി എഴുതുക. ഇക്വേഷൻ കണ്ടല്ലോ. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് നോക്കാതെ നിങ്ങൾക്ക് പറയാം. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് ഇവിടെ യൂണിയൻ അല്ലേ ചോദിച്ചത്, അപ്പോൾ ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം നമുക്കറിയാം മക്കളെ, അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.3, പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.4 മൈനസ് ഇൻ്റർസെക്ഷൻ ബി ഇപ്പോൾ കണ്ടുപിടിച്ചില്ലേ 0.12 കുറയ്ക്ക് 0.7 നിന്ന് 0.12. കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കണേ, ഡെസിമൽ നമ്പറാണ്, മൈനസ് അറിയാൻ മേലെ കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ 0.7 നിന്നാണ് കുറയ്ക്കേണ്ടത് കേട്ടോ. 0.7 നിന്ന് 0.12 കുറയ്ക്കുക. കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇത് 8 6 1 5 0.58 എന്ന് കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടും. കിട്ടിയില്ലേ? 0.58 എന്ന് കിട്ടിയില്ലടാ, കിട്ടി. അപ്പോൾ 2 എണ്ണം കഴിഞ്ഞു, ഇതും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട സാധനം എന്നാടാ, പി ഓഫ് എ ഗിവൺ ബി വേണ്ടടാ, കണ്ടുപിടിക്കാം. നമുക്കതൊക്കെ അറിയാവുന്ന സാധനം. മൂന്നാമത്തത് പി ഓഫ് എ ഗിവൺ ബി ഇക്വേഷൻ എന്താടാ, എ ഗിവൺ ബി ചോദിച്ചു കഴിഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുക്കുക ബൈ താഴത്തുള്ള എന്താണ് പി ഓഫ് ബി. ഇത് തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുക്കുക ഡിവൈഡർ ബൈ താഴത്തുള്ളത് പി ഓഫ് ബി. ഇതെല്ലാം നമുക്കറിയാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ്? എ ഇൻ്റർസെക്ഷൻ ബി ഇതേ ഇതിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.12. സോ 0.12 ബൈ പി ഓഫ് ബി എത്രയാണ്? പി ഓഫ് ബി കണ്ടുപിടിക്കേണ്ട ഇവിടെ തന്നിട്ടുണ്ട് 0.4 അല്ലേടാ. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0.3 എന്ന ആൻസർ കിട്ടും. 0.3 എന്ന് സിമ്പിളായിട്ട് കിട്ടിയില്ലേ? സിമ്പിളായിട്ട് കിട്ടിയില്ലേടാ, അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? എളുപ്പം കിട്ടിയില്ലേ? അടുത്ത കണ്ടുപിടിക്കാം. പി ഓഫ് ബി ഗിവണേ കണ്ടുപിടിക്കാം മക്കളെ. പി ഓഫ് ബി ഗിവണേ നാലാമത്തത് പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇക്വേഷൻ എഴുതിക്കോ. പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ബൈ പി ഓഫ് എ. എടാ ഇവിടെ ബി ഇൻ്റർസെക്ഷൻ എയും എ ഇൻ്റർസെക്ഷൻ ബിയും സെയിം ആണ് കേട്ടോ. എയും ബിയും നമ്മൾ ഇൻ്റർസെക്ഷൻ എടുക്കാൻ പറഞ്ഞാലും ബിയും എയും തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുക്കാൻ പറഞ്ഞാലും സെയിം ആണ്. സോ ഇതെത്രയാടാ? സെയിം സാധനം തന്നെയല്ലേ. ഇതെത്രയാണ്? 0.12. അപ്പോൾ ഇതെത്രയാണ്? 0.12. അപ്പോൾ ഇത് 0.12 ബൈ പി ഓഫ് എ എത്രയാണ്? പി ഓഫ് എ അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.3. സോ ആൻസർ എത്ര കിട്ടി? 0.4 എന്ന് കിട്ടി. കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക, അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് കിട്ടിയില്ലടാ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെ തന്നെയാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, തന്നിട്ടുണ്ട്. ഇത് തന്നെ ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ. വേറൊരു സർപ്രൈസും കൂടെ പറയട്ടെ. നിങ്ങൾ എഴുതി പരാജയപ്പെട്ട എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ നിങ്ങൾ. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനാണ് 0.3യും 0.4ഉം. നോക്കിയടാ, എ ഇൻ്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി, എ ഗിവൺ ബി. നമ്മൾ ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ചായിരുന്നു, ബി ഗിവൺ എ. അത് ചോദിച്ചിട്ടില്ല, 3 മാർക്കിന് ചോദിച്ചതാണ്. 2024 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. എത്ര പേര് എഴുതിയായിരുന്നല്ലോ ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ? ഇപ്പം മനസ്സിലായത് നിങ്ങൾക്ക് എത്ര എളുപ്പമാണ്? ഇനി വിട്ടുകളയിൽ ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വിട്ടുകളയിൽ നല്ല സെറ്റാക്കി എഴുതിക്കണം കേട്ടോ. വിട്ടുകളയിൽ നന്നായിട്ട് പഠിച്ചോണം, ഇക്വേഷനൊക്കെ നന്നായിട്ട് എഴുതി പഠിച്ചോണം കേട്ടോ. ഇനി നമ്മൾ ഓരോന്നോരോന്ന് പഠിച്ച് മുന്നോട്ട് പോവാണ്. എക്സാം എടുക്കും തോറും ഞാൻ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, നേരത്തെ ഒന്നാമത്തെ ഷുവർ ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ പഠിച്ചത് വിട്ടുകളയിൽ ഓർമ്മയുണ്ടോ? നമ്മൾ സമ്മോ സിമ്മെട്രി സ്ക്യൂ സിമ്മെട്രിക്കും പിന്നെ പ്രൊജക്ഷനും ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? അതൊന്നും മനസ്സിൽ നിന്ന് പോലെ കേട്ടോ. നമ്മൾ ഓർക്കും പഠിക്കുമ്പോൾ എളുപ്പമാണെന്ന് ഓർക്കും, പക്ഷേ നിങ്ങൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ പോകാൻ നിങ്ങൾ അനുവദിക്കരുത്, നന്നായിട്ട് എഴുതി പഠിച്ചോണം. ഓക്കെ, അപ്പോൾ മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ, ട്രിക്കുകളെല്ലാം ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ കൂടെ അങ്ങ് കൂടിക്കോളുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ആ കമൻറ്റും ഒക്കെയാണ് ഒരു ഊർജ്ജം. ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടെ തന്നെ അങ്ങ് കൂടുക മക്കളെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ മക്കളെ, ബൈ.